ഓക്കെ, അടുത്തിട്ട് നമുക്ക് പറയുന്നത് അറേസ്. എന്താണ് അറേസ്? എന്താണ് അറേ? അറേസ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ സീക്വൻഷ്യൽ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ്. നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ച സമയത്ത് അറേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇതെന്താണ്? ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഡറിലാണ് അറേസ് ഉണ്ടാവുക. അപ്പം എങ്ങനെ നമുക്ക് പറയാം? അറേസ് ആർ സീക്വൻഷ്യൽ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ അല്ലേ? ഇനി വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അറേസ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഫൈനൈറ്റ് നമ്പർ n ഓഫ് ഹോമോജീനിയസ് ഡാറ്റ എലമെന്റ്സ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേപോലത്തെ സെയിം ടൈപ്പുള്ള ഡാറ്റ എലമെന്റ്സിന്റെ ഒരു കളക്ഷനാണ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റാണ് എന്ത്? അറേസ് എന്ന് പറയുന്നത്. സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ എലമെന്റ്സ്, സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ എലമെന്റ്സിന്റെ ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കളക്ഷനാണ് എന്ത്? അറേസ് എന്ന് പറഞ്ഞാൽ. പിന്നെ വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? ആൻ അറേ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇൻഫിനിറ്റ് കളക്ഷൻ ഓഫ് ഹോമോജീനിയസ്, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിമിലർ ടൈപ്പ് എലമെന്റ്സിന്റെ. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഹോമോജീനിയസ്, സിമിലർ ടൈപ്പ്, സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ എങ്ങനെ നമുക്ക് എക്സാമ്പിൾ പറയാം? ഇപ്പം എ ഓഫ് 10 എന്ന് പറയുന്നതാണ് നമ്മുടെ അറേ എങ്കിൽ സിമിലർ ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ 1, 2, 3 അപ് ടു 10 നമ്പേഴ്സ്. ഇതെന്താണ്? ഇൻറ്റിജർ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ സിമിലർ ടൈപ്പ് ഓഫ് ഇൻറ്റിജർ വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ സിമിലർ ടൈപ്പ് ഓഫ് ഡാറ്റ എലമെന്റ്സിന്റെ ഒരു കളക്ഷൻ ആണ് എന്ത്? അറേ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഇനി അറേസ് ആർ ഓൾവേസ് സ്റ്റോർഡ് ഇൻ എങ്ങനെ? സ്റ്റോർഡ് ഇൻ കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലായിരിക്കും എന്ത്? ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഒരു സ്പെസിഫിക് ലൊക്കേഷനിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം എങ്ങനെ? എ ഓഫ് 0 എന്ത്? 1 എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. സിമിലർലി എ ഓഫ് 1 2 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. എ ഓഫ് 2 3 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ എ ഓഫ് 9 എന്ത്? 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. മനസ്സിലായല്ലോ? എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? സ്റ്റോർഡ് ഇൻ കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനിൽ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇപ്പം എന്താ അറേ എന്ന് പറഞ്ഞില്ലേ? ഇനി നമുക്ക് ടൈപ്സ് ഓഫ് അറേസ് പഠിക്കാം. ടൈപ്സ് ഓഫ് അറേസ് എന്താന്ന് നോക്കാം. 2 ടൈപ്സ് ഓഫ് അറേസ് ആണ്. സിംഗിൾ ഡയമെൻഷണൽ അറേസ് ആൻഡ് മൾട്ടി ഡയമെൻഷണൽ അറേസ്. സിംഗിൾ ഡയമെൻഷണൽ ആൻഡ് മൾട്ടി ഡയമെൻഷണൽ. അപ്പം എന്താണ് സിംഗിൾ ഡയമെൻഷണൽ? സിംഗിൾ ഡയമെൻഷണൽ അറേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് വൺ ഡയമെൻഷണൽ അറേസ്. അപ്പം എന്താണ് വൺ ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് യൂസ്ഡ് ഓൺലി വൺ സബ്സ്ക്രിപ്റ്റ് ടു ഡിഫൈൻ ദി elements of arrays. It's only use only one subscript to define the elements of arrays. എന്താ പറഞ്ഞത്? യൂസ് ഓൺലി വൺ സബ്സ്ക്രിപ്റ്റ്.
എങ്ങനെയാ അപ്പം നമുക്ക് ഇതിനെ ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. ഇതിന്റെ ഡിക്ലറേഷൻ എങ്ങനെയാ നോക്കാം. ഡിക്ലറേഷൻ ഡാറ്റ ടൈപ്പ്. എന്താണ് ഡാറ്റ ടൈപ്പ്? ഏതൊക്കെയാണ്? ഇന്റ്, ഫ്ലോട്ട്, ക്യാർ, സ്ട്രിങ് അല്ലേ? ഡാറ്റ ടൈപ്പ്. വാർ നെയിം, എന്താണ് അറേയുടെ നെയിം എന്ന് വെച്ചാൽ അത്. പിന്നെ സൈസ്, എക്സ്പ്രഷൻ സൈസ്. ഇതാണ് അറേ സിംഗിൾ ഡയമെൻഷണൽ ഡിക്ലറേഷൻ. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എങ്ങനെ? ഇന്റ്, ഇൻറ്റിജർ ആണെങ്കിൽ ഇന്റ് എ ഓഫ് 10, അല്ലെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കാം? ഒരു നം ഓഫ് 10. പിന്നെ എങ്ങനെ കൊടുക്കാം? ക്യാർ സി ഓഫ് 5. ഇങ്ങനെയാണ് നമ്മൾ എന്ത് സിംഗിൾ ഡയമെൻഷണൽ അറേനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇന്റ് നം ഓഫ് 10, ക്യാർ സി ഓഫ് 5 ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി വൺ ഡയമെൻഷണൽ അറേ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം? വേറൊരു രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാം? ഡയറക്റ്റ് വാല്യൂ കൊടുത്തിട്ട് ഡാറ്റ ടൈപ്പ് ഇനീഷ്യലൈസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനീഷ്യലൈസിങ് വാർ നെയിം, പിന്നെ എക്സ്പ്രഷൻ സൈസ് ഈക്വൽ ടു എന്താണ്? വാല്യൂസ്. എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെ ഇന്റ് നം ഓഫ് 10. എങ്ങനെ വാല്യൂസ് നമ്മൾ കൊടുക്കുക? 1, 2, 3 up to 10 അല്ലേ? ഇനി ക്യാർ ആണെങ്കിലോ? ക്യാർ സി ഓഫ് 5 എങ്ങനെ കൊടുക്കും? എ ബി സി ഡി ഇ അല്ലേ? ഇങ്ങനെയല്ലേ ക്യാരക്ടറിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അപ്പം എന്താണ് വൺ ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് യൂസ് ഓൺലി വൺ സബ്സ്ക്രിപ്റ്റ് ടു ഡിഫൈൻ ദ എലമെന്റ്സ് ഓഫ് അറേസ്. ഇനി എങ്ങനെയാണ് അതിനെ ഡിക്ലെയർ ചെയ്യുന്നത്? ഡാറ്റ ടൈപ്പ്, വാർ നെയിം, എക്സ്പ്രഷൻ സൈസ്. എക്സാമ്പിൾ എന്താണ്? ഇന്റ് നം ഓഫ് 10, ക്യാർ സി ഓഫ് 5. ഡാറ്റ ടൈപ്പ് ഇതിനെങ്ങനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാം? വാല്യൂ കൊടുക്കുന്നത് എങ്ങനെയാ? ഡാറ്റ ടൈപ്പ്, വാർ നെയിം, എക്സ്പ്രഷൻ സൈസ്, ക്യാർ സി ഓഫ് 5. ഇങ്ങനെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മൾട്ടി ഡയമെൻഷണൽ അറേ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി മൾട്ടി ഡയമെൻഷണൽ അറേ എന്താണ്? മൾട്ടി ഡയമെൻഷണൽ അറേസ് എന്തായിരിക്കും? നേരത്തെ എന്തായിരുന്നു? സിംഗിൾ ഡയമെൻഷനിൽ ഇറ്റ്സ് യൂസ് ഓൺലി വൺ സബ്സ്ക്രിപ്റ്റ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇറ്റ്സ് യൂസ് മോർ ദാൻ വൺ സബ്സ്ക്രിപ്റ്റ്. യൂസ് മോർ ദാൻ വൺ സബ്സ്ക്രിപ്റ്റ്. അതാണല്ലോ മൾട്ടി ഡയമെൻഷണൽ എന്ന് പറയുന്നത്. മോർ ദാൻ വൺ സബ്സ്ക്രിപ്റ്റ് ടു ഡിഫൈൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ദ അറേ എലമെന്റ്. ടു describe the array element അല്ലേ? മൾട്ടി ഡയമെൻഷണൽ അറേയിലാണ് 2 ഡയമെൻഷണൽ അറേ എന്ന് 2 ഡയമെൻഷണൽ അറേസ് വരുന്നത്. ഇത് കൂടുതലായിട്ട് നമ്മൾ മെട്രിക്സ് റെപ്രസെന്റേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് മൾട്ടി ഡയമെൻഷണൽ അറേസ് യൂസ് ചെയ്യാറ്. ഇറ്റ്സ് യൂസ് 2 സബ്സ്ക്രിപ്റ്റ്. എന്തായിരിക്കും? 2 ഡയമെൻഷനിൽ 2 സബ്സ്ക്രിപ്റ്റ്സ് ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ 1 സബ്സ്ക്രിപ്റ്റ് എന്ത് ചെയ്യുന്നു? 1 സബ്സ്ക്രിപ്റ്റ് എന്തിനു യൂസ് ചെയ്യുന്നത്? റോസിനെ റെപ്രസെന്റ് ചെയ്യാൻ, റോ വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാനാണ് എന്ത് 1 സബ്സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. അനദർ 1 എന്തിനാ യൂസ് ചെയ്യുന്നത്? 1
ഈസ് യൂസ്ഡ് ഫോർ എന്തിനാണ്? കോളം വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാക്കണം. ഇറ്റ്സ് യൂസ് ടു സബ്സ്ക്രിപ്റ്റ്. വൺ സബ്സ്ക്രിപ്റ്റ് റെപ്രസെന്റ് റോ വാല്യൂ ആൻഡ് അനദർ വൺ ഈസ് റെപ്രസെന്റഡ് ടു കോളം വാല്യൂ. ഇറ്റ്സ് മെയിൻലി യൂസ്ഡ് ഫോർ എന്തിനാണ്? മെട്രിക്സിന്റെ റെപ്രസെന്റേഷൻ ആണ് മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. മെട്രിക്സ് റെപ്രസെന്റേഷന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെ ഇതിനെ നമുക്ക് ഡിക്ലെയർ ചെയ്ത് നോക്കാം. ഡിക്ലറേഷൻ എങ്ങനെയാണ്? ഡിക്ലറേഷൻ ഡാറ്റ ടൈപ്പ്, var name, rows, columns. നേരത്തെ വൺ സബ്സ്ക്രിപ്റ്റേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതിന്റെ സൈസ് മാത്രമേ നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്താണ്? റോന്റെ വാല്യൂയും ഫസ്റ്റ് വൺ റോന്റെ വാല്യൂയും സെക്കൻഡ് വൺ കോളത്തിന്റെ വാല്യൂ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇന്റ് നം ഓഫ് 3 2. ഇന്റ് നം ഓഫ് 3 2. ഇനി നമുക്ക് എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം? 2D അറേസ് ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഇനീഷ്യലൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഡാറ്റ ടൈപ്പ്, var name, rows, column equal to എന്താണ്? values. Data type var name, rows, columns equal to values. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇതിന്റെ ഇനീഷ്യലൈസേഷന്റെ എക്സാമ്പിൾ നോക്കാം. ഇന്റ് എന്താണ് ഡാറ്റ ടൈപ്പ്? ഇന്റ്. പിന്നെ var name എന്താണ് നമ്മൾ കൊടുക്കുന്നത്? നം ഓഫ്, പിന്നെ 3 2. ഇതെന്താണ്? 3 എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസും 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസും ആണ്. ഈക്വൽ ടു 1 2. ടോട്ടൽ 3 2 6 വാല്യൂസ് ആണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. 1 2 3 4 5 6. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് കോളം മെട്രിക്സിനെ എങ്ങനെ നമുക്ക് ഇതിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 1 2 3 4 5 6. ഇങ്ങനെയല്ലേ? 3 റോസും 2 കോളംസും. നം ഓഫ് 3 2 എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 5 6. അതിൽ 3 റോസ് ആൻഡ് 2 കോളംസ്. ഓർ വേറെ ഏത് രീതിയിൽ നമുക്ക് ഇതിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും? ഇന്റ് നം ഓഫ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താലും ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ഇത് ഇതുപോലെ മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യും. ഇനി ഇതിൽ വാല്യൂസ് നോക്കാം നമുക്ക്. നം ഓഫ് 0, 0. 0th പൊസിഷനിൽ എന്താ ഉള്ളത്? 0 0 1 അല്ലേ? ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നം ഓഫ് 0, 1ൽ എന്താ ഉള്ളത്? 2. നം ഓഫ് 1, 0ൽ 3 അല്ലേ? അതുപോലെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ് അറേസ് എന്ന് പഠിച്ചു. അറേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സീക്വൻഷ്യൽ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ എലമെന്റ്സിനെ കളക്ഷൻ, അതിന്റെ ഒരു കളക്ഷൻ ആണ് എന്ത്? അറേസ്. ഹോമോജീനിയസ് ഡാറ്റ ടൈപ്സിന്റെ ഡാറ്റ എലമെന്റ്സിന്റെ കളക്ഷൻ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ആണ് എന്ത്? അറേസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അറേനെ ഡിക്ലെയർ ചെയ്യുന്നത്? ഇന്റ് എ ഓഫ് 10 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 1 2 3 അപ് ടു 10. ഇതെങ്ങനെയാണ്? കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷനിലാണ് ഓരോ വാല്യൂസും സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എ ഓഫ് 0ൽ എന്തുണ്ട്? 1. അപ്പൊ ലൊക്കേഷന്റെ മെമ്മറി ലൊക്കേഷൻ എവിടെ ആയിരിക്കും? 0th പൊസിഷൻ ആയിരിക്കും.
ഇത് 1 പൊസിഷൻ, ഇത് സെക്കൻഡ് പൊസിഷൻ, അങ്ങനെയായിരിക്കും പൊസിഷൻ ഉണ്ടായിരിക്കുക. അപ്പൊ 0th പൊസിഷനിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? 1. ഫസ്റ്റ് പൊസിഷനിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? 2. അങ്ങനെ എന്ത് 9th പൊസിഷനിലാണ് 10 സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് അറേസ് 2 ടൈപ്പാണുള്ളത്. സിംഗിൾ ഡയമെൻഷണൽ അറേസും മൾട്ടി ഡയമെൻഷണൽ അറേസും. സിംഗിൾ ഡയമെൻഷണൽ അറേനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? 1 ഡയമെൻഷണൽ അറേ. ഇതിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? 1 സബ്സ്ക്രിപ്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഫോർ വാട്ട്? ഡിഫൈൻ ദ എലമെന്റ്സ് ഓഫ് അറേസ്. അറേസിലെ എലമെന്റ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 സബ്സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഡാറ്റ ടൈപ്പ്, വാർ നെയിം, എക്സ്പ്രഷൻ സൈസ്. എക്സാമ്പിൾ എങ്ങനെ? ഇന്റ് നം ഓഫ് 10. പിന്നെ വാല്യൂ കൊടുത്തിട്ട് എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്? വാർ നെയിം എക്സ്പ്രഷൻ സൈസ് ഈക്വൽ ടു വാല്യൂസ്. ഇനി മൾട്ടി ഡയമെൻഷണൽ അറേ എങ്ങനെയാണ്? മൾട്ടിപ്പിൾ, മോർ ദാൻ 1 സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മൾട്ടി ഡയമെൻഷണൽ അറേസ് ആയിരിക്കും. ഒരു അറേക്കകത്തുള്ള എലമെന്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ മോർ ദാൻ 1 സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് മൾട്ടി ഡയമെൻഷണൽ അറേ. ഇനി രണ്ട് സബ്സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? അത് 2 ഡയമെൻഷണൽ അറേ ആയിരിക്കും. 2 ഡയമെൻഷണൽ അറേ ഫസ്റ്റ് കോളത്തിന് ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റും സെക്കൻഡും. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റോനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? കോളത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും. ഡിക്ലറേഷൻ എങ്ങനെയാണ്? ഡാറ്റ ടൈപ്പ്, വാർ നെയിം, റോസ്, കോളംസ്. ഡിക്ലറേഷൻ ഇനീഷ്യലൈസേഷൻ ഡാറ്റ ടൈപ്പ്, വാർ നെയിം, റോസ്, കോളംസ് ഈക്വൽ ടു വാല്യൂസ്.